ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസമാണ്. ലാലേട്ടൻ വരുമ്പം നമ്മൾ ചോദിക്കണമെന്ന് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഈ ഒത്തുകളി വിവാദം ഒന്ന് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഏതായാലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നന്ദനയും ഫിജോയും ഫായിയൊക്കെ ലാലേട്ടൻ പൊളിച്ചെടുക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നന്ദനയോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ പോയിന്റ് കിട്ടിയത് കറക്റ്റാണോ, ഗെയിം കളിച്ചിട്ടാണോ കിട്ടിയത് എന്ന് ചോദിക്കുമ്പം നന്ദന പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചത് ലാലേട്ടൻ, എനിക്ക് അങ്ങനെയാണ് എന്ന് പറയുന്നു. അപ്പം പലരോടും അങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അവിടെയുള്ള മത്സരാർത്ഥികളോട് എല്ലാവരോടും ചോദിക്കാം, പക്ഷേ ജിൻഡോട് ചോദിക്കുന്നതായിട്ട് പറയുന്നു. ജിൻഡോ അന്നേരം പറയുന്നു, അത് ഉറപ്പാണ് ലാലേട്ട, അത് ഒത്തുകളിച്ച് മേടിച്ചതാണ് എന്നുള്ള. നോറയും അതുപോലെ തന്നെയാണ് ഉത്തരം കൊടുക്കുന്നത്. അതുപോലെ ഋഷിയും പറയുന്നത് തനിക്കും അങ്ങനെ തോന്നി എന്നുള്ള രീതിയിൽ തന്നെ, ഫ്രീദും അങ്ങനെ തോന്നി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉത്തരം കൊടുക്കുന്നത്. ഇവരിത്രയും പേരും പറയുന്നതായിട്ട് പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാവരോടും ചോദിച്ചു കാണും. ഫിജോട് ചോദിച്ചപ്പോൾ ഫിജോ പറഞ്ഞു അവക്കൊരു പോയിന്റ് നേടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ന്. അപ്പോൾ ഫിജോയുടെ ആഗ്രഹത്തിനനുസരിച്ച് നീങ്ങി എന്നായിരിക്കും ഫിജോ ഉദ്ദേശിച്ചത്. അതുപോലെ ഫായും പറയുന്നുണ്ട്. ഫായും എന്തോ പറയുന്നു, അതും പ്രൊമോയ്ക്കകത്ത് നല്ലോണം വ്യക്തമല്ല. ഫായി എതിരായിട്ടായിരിക്കും പറയുന്നത്, ഒത്തുകളിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ഫായും പറയുന്നത്. അപ്പം വീണ്ടും നന്ദനയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നന്ദന അന്നേരം പറയുന്നു, അത് ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചത് ലാലേട്ട, ഞാൻ പോയിന്റ് നേടിയത് ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ പറയുന്നല്ലോ നിങ്ങൾക്ക് ചുമ്മാ തന്നതാണ് ആ പോയിന്റ് എന്ന് അവർ പറയുന്നല്ലോ എന്ന് പറയുന്നിടത്ത് ആ പ്രൊമോ തീരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫായിയും ഫിജോയും ഒക്കെ ആ സമയത്ത് ലാലേട്ടനോട് അവക്കൊരു പോയിന്റ് കൊടുക്കണമായിരുന്നു, ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, അങ്ങനെ കൊടുത്തതാണ് എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ലാലേട്ടൻ ഇങ്ങനെ പറയേണ്ടി വന്നത്. ഏതായാലും അത് മൊത്തം എപ്പിസോഡ് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഏതായാലും ഫായിയും ഫിജോയും ഒക്കെ കാല് മാറി എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് വിചാരിക്കാം. ഏതായാലും ഒരു പോയിന്റ് കിട്ടിയില്ലെങ്കിൽ നന്ദന ഇതുപോലെ നാണം കിടത്തില്ലായിരുന്നു. പോയിന്റ് ഇല്ലെങ്കിൽ പോയിന്റ് ഇല്ല, എല്ലാവർക്കും പോയിന്റ് കിട്ടണമെന്നില്ലായിരുന്നു. പക്ഷെ അനാവശ്യമായി അവിടെ ഒത്തുകളിച്ച് നമ്മളാ ഈ എന്തോന്നി തന്നെ ഗ്രൂപ്പ് സമവാക്യം, ഫായിയാണ് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതാണ് ഈ ബിഗ് ബോസിലെ ഈ ടാസ്ക് ഇത്രയും ബോറാക്കി മാറ്റിയത്. അവർക്ക് ജിൻഡോയെ തോപ്പിക്കണം, ആരും കടന്നു വരാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇതായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ വന്നവരാണ്, ഞങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്താഗതിയില്ലാതെ ഗ്രൂപ്പായിട്ട് കളിച്ചു എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് നമുക്ക് തോന്നിയത്. അത് നമ്മൾ തുറന്നു പറയുകയും ചെയ്തു. ലാസ്റ്റ് ഗെയിമിൽ നന്ദനയ്ക്ക് പോയിന്റ് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിപ്പെങ്ങൾക്കൊരു പോയിന്റ് എന്നുള്ള ടാസ്ക് ആണെന്ന് ഞാനത് വീഡിയോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും ടാസ്ക് കളിക്കാത്ത ഒരു വ്യക്തിക്ക് പോയിന്റ് കൊടുത്തു. അതുപോലെ നല്ലോണം അധ്വാനിച്ച പലരും ഉണ്ടായിരുന്നു. ഋഷി ആയാലും ജിൻഡു ആയാലും അർജുൻ ആയാലും ഫ്രീദു ആയാലും അവരൊക്കെ നന്നായി അധ്വാനിച്ചു. പക്ഷെ അവർക്കൊന്നും പോയിന്റ് കിട്ടിയില്ല. ഗ്രൂപ്പായിട്ട് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയിന്റ് കിട്ടില്ലേ? അങ്ങനെയാണ് ആ ഗെയിം നമ്മൾ കണ്ടത്. ഏതായാലും ലാലേട്ടൻ ഇത് ചോദിച്ചത് വളരെ നന്നായി. ഏതായാലും ഫിജോയെയും ഫായിയെയും നന്ദനയൊക്കെ പൊളിച്ചടുക്കുന്നുണ്ട്. അത് തന്നെ അത്യാവശ്യ കാര്യമാണ്. ഇത് ഈ നമ്മുടെ നന്ദനെ സംബന്ധിച്ച് നന്ദന ഇപ്പം ഇവിടെ കുഞ്ഞിപ്പെങ്ങളും ആങ്ങളമാരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നന്ദന ഒരാഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ആങ്ങളമാരെ ഇറങ്ങി പുറപ്പെട്ടു. അവർക്കും പണിയായി എന്ന് തന്നെയാണ് ഈ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിലുള്ള വിവരം നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റും. ഏതായാലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പുതിയ പ്രൊമോ ആണ്. അപ്പം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ്.